ഡിയർ ഫ്രണ്ട്സ്, കെംവിറ്റ്സിൻ്റെ ഈ പുതിയ വീഡിയോയിൽ നമ്മളിന്ന് മെറ്റൽ കോംപ്ലക്സസിൻ്റെ ബാക്ക് ബോണ്ടിങ് മെക്കാനിസമാണ്, അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ജോമെട്രി വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. XY ഡി XY ഓർബിറ്റൽ എന്ന് പറയുന്നത് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഇടയ്ക്കാണ് DXY. DXZ എന്ന് പറയുന്നത് ഇത് എക്സ് ആക്സിസും Z ആക്സിസും എടുക്കുകയാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആണ് DXZ ഓർബിറ്റൽ. ദിസ് ഇസ് DXY, ദിസ് ഇസ് DXZ, നൗ DYZ. ഇനി രണ്ട് ഓർബിറ്റൽസും കൂടെ ഉണ്ട്. XY ഡയറക്ഷനിൽ അലോങ് ദി ആക്സിസ് വരുന്നതാണ് DX² മൈനസ് Y². ദിസ് വൺ ഈസ് DYZ. ഇനി DX² മൈനസ് Y² അലോങ് ദ X ആൻഡ് Y ഡയറക്ഷൻസ് ആണ് ലോബ്സ് വരുന്നത്. ലാസ്റ്റ് വൺ ഈസ് DZ². Z ആക്സിസും ഇത് എക്സ് ആക്സിസും ഇത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈ പ്ലെയിനും ആണെങ്കിൽ ഇസഡിലെ മെയിൻ ലോബും XY പ്ലെയിനിൽ ഒരു റിങ്ങും. ഇതാണ് DZ². ഇത് ഓർബിറ്റൽ. ഇവിടെ XY പ്ലെയിന്, XZ പ്ലെയിന്, അപ്പം എക്സ് ആക്സിസും Z ആക്സിസും കൂടെയാണ് നമ്മൾ എടുക്കുന്നത്. XZ പ്ലെയിന്, ദെൻ YZ പ്ലെയിന്. അങ്ങനെ 3 ഡിഫറെൻറ്റ് പ്ലെയിൻസ് ആണ് കാണിക്കുന്നത്. പക്ഷേ ഈ മൂന്നിലും ലോബ്സ് വരുന്നത് ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആണ്. സോ ദീസ് ആർ കോൾഡ് നോൺ ആക്സിയൽ ഓർബിറ്റൽസ്, നോൺ ആക്സിയൽ ഡി ഓർബിറ്റൽസ്. ഇത് രണ്ടും ആക്സിയൽ ഓർബിറ്റൽസ് ആണ് വരുന്നത്, ആക്സിയൽ ഓർബിറ്റൽസ്. അപ്പം DX² മൈനസ് Y² എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ആയിട്ടാണ് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. DZ² ഇസഡിലാണ് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ XY പ്ലെയിനിലും ഒരു ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് അത് ആക്സിയലാണ്. ഇനി നമ്മൾ ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ നിങ്ങൾക്കറിയാം ലിഗാൻഡ്സ് എന്ന് പറയുന്ന ആക്സിയൽ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എടുക്കുന്ന ബാക്ക് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ഫെറിക് അയൺ Fe2+ അയോണും ഒരു Cn- ലിഗാൻഡുമായിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ്. അതൊരു ഒറ്റ ബോണ്ടിങ് മാത്രം. എങ്ങനെയാണ് ബാക്ക് ബോണ്ടിങ് നടക്കുന്നത്